നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരവതാരമായി പ്രഖ്യാപിച്ച് റിനി ആൻഡ് ജോർജ്. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ വന്ന അവതാരമാണ് താനെന്ന് ഒരൊറ്റ കീച്ചാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന്റെ വിമർശനത്തിന് മറുപടിയുമായിട്ടാണ് റിനി രംഗത്ത് വന്നത്. അതിനും ദേ പൊങ്കാല. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടി റിനി ആൻഡ് ജോർജ് പങ്കെടുത്തതിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു. പിന്നാലെ വിജിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതായത് VD സതീശൻ ഇവരെയൊക്കെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഈ അവതാരങ്ങളൊക്കെ പോകൂ എന്ന് കടുത്ത വിമർശനമായിരുന്നു വിജിൽ നടത്തിയത്. ഇതിന് പിന്നാലെ വിജിലിന് മറുപടിയുമായിട്ട് റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നത്. അതീവ സുരക്ഷയുണ്ടായിരുന്ന VIP വേദിയിലേക്ക് റിനി ആൻഡ് ജോർജ് എങ്ങനെ പ്രവേശിച്ചു എന്ന ചോദ്യമായിരുന്നു വിജിൽ ഉയർത്തിയത്. പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയ ഇവരെ എന്തിന് ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നുള്ള ചോദ്യവും വിജിൽ ചോദിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത വിമർശനങ്ങൾക്കും സത്യപ്രതിജ്ഞാ വേദിയിലെ അധിക്ഷേപങ്ങൾക്കും മറുപടിയുമായിട്ട് റിനിയും രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിലൂടെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു തനിക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങൾക്ക് റിനി മറുപടി നൽകിയത്. തന്നെ അവതാരം എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്ക് അതെ, താൻ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം തന്നെയാണെന്ന് കുറിച്ചുകൊണ്ട് റിനി തിരിച്ചടിച്ചത്. അവരുടെ ആ കുറിപ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഒരു വിഭാഗം പ്രവർത്തകർ തന്നെ വളഞ്ഞിട്ട് കൂകി വിളിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും റിനി സ്ഥിരീകരിച്ചു. ഒരു പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പോലെയുള്ള പാവനമായ ചടങ്ങിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചിട്ടും പ്രതികരിക്കാത്ത പലർക്കുമാണ് ഇപ്പോൾ താൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പം ഫോട്ടോ എടുത്തത് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നതെന്ന് റിനി പരിഹസിച്ചു. ഇങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം, മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് കുറിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ രീതികളെ റിനി രൂക്ഷമായി വിമർശിച്ചു. തന്നെ വേദിയിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കും അതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടിയാണ് താൻ നൽകിയിരിക്കുന്നതെന്നും റിനി പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള തെറിവിളികളാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു അവതാരമാണ്, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ വന്ന അവതാരം തന്നെയാണ് താൻ എന്ന് റിനി പറയുമ്പോൾ റിനി എന്ത് അവതാര പിറവിയാണ് എടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. അവർ ആരോപണം ഉന്നയിച്ചത് ആദ്യത്തെ ആ ഒരു സംഭവം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ടായിരുന്നു ഹൂ കേസ് എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് ഒരുപാട് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നുവെന്ന് റിനി തുറന്നടിച്ചത്. പക്ഷേ മാധ്യമങ്ങൾ അപ്പോഴും പല ആവർത്തി ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അത് ആരാണ്, അയാളുടെ പേര് പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും പേര് പറയാനൊന്നും തയ്യാറാകാതെ മാറി നിന്ന് ഒളിച്ചു കളിച്ച റിനിയെ നമുക്കറിയാം. പിന്നീട് ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുന്നത് പോലെയായിരുന്നു ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞത്. ഇതോടെ കേരളത്തിന് ബോധ്യപ്പെട്ടു അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന്. ഇതുവരെ അവർ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അയാളെ വിമർശിച്ചിട്ടില്ല. ഇപ്പോഴും അയാളാണ് ഞാൻ ഉദ്ദേശിച്ച ആളെന്ന് പറയാൻ പോലുമുള്ള ധൈര്യം അവർ കാണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റിനി നിങ്ങളൊരു അവതാരമാകുന്നത്? ഒരു നിലപാടില്ലാത്ത, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത നിങ്ങളെ എന്ത് അവതാരമായിട്ടാണ് കേരളം കാണേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹം കാണേണ്ടത്? ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാടിയത്. എന്ത് പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത്? സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുറേ ഡയലോഗ് അടിക്കുക, മാധ്യമങ്ങൾക്ക് മുൻപിൽ പോയി നിന്ന് വീണ്ടും കുറേ ഡയലോഗ് അടിക്കുക, അങ്ങനെ കുറച്ചധികം സ്ത്രീകളെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് ഈ റിനിയുടെ പ്രവൃത്തികൾ പോയിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല, മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. എന്തായാലും കേട്ട വിമർശനത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. പക്ഷേ സ്വയം ഒരു അവതാരമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്, പ്രത്യേകിച്ച് ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന അവതാരം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം. ഇത് പറയാതെ ഒരു നിവൃത്തിയുമില്ല. പിന്നെ വിജിൽ മോഹൻ്റെ ആ ഒരു കുറിപ്പിനകത്തുണ്ടായിരുന്നത് എന്തിനാണ് ഇവരെ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് കയറ്റി വിട്ടത് എന്നുള്ള ചോദ്യം. അതിന് തിരിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രസ്ഥാനം മാറ്റി നിർത്തിയതല്ലേ? അയാൾ എങ്ങനെയാണ് VIP ഏരിയയിലേക്ക് എത്തിയത്, ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ അവിടേക്ക് എത്തിയത്? രാഹുലിന് വരാമെങ്കിൽ റിനിക്ക് വന്നുകൂടെ? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഇതാണ് മറുപടി. എന്തായാലും രണ്ടുപേരും കണക്കാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിജിൽ കടുത്ത വിമർശനമായിരുന്നു റിനിക്ക് നേരെ നടത്തിയത്. ആ കുറിപ്പ് കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം.
പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെ, ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഒരുപാട് സമരങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായുള്ള സന്തോഷ നിമിഷമായിരുന്നു അത്. നമ്മുടെ എത്ര സഹപ്രവർത്തകരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തെരുവിൽ കിടന്നത്? എത്ര സഹപ്രവർത്തകരാണ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്? അതിൽ മഹിളാ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ ഉൾപ്പെടെ ഇന്നലെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി. പന്തൽ 25,000 പേരെ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുള്ളതായിരുന്നെങ്കിലും 2.5 ലക്ഷം ആളുകളാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു അകത്ത് കയറാൻ സാധിക്കില്ലെന്ന്. കയറാൻ കഴിയാതെ ഒരുപാട് സഹപ്രവർത്തകർ പുറത്തുനിന്നു. നമുക്കാർക്കും പരാതിയില്ല. കാരണം നമുക്കവിടെ ഒന്ന് എത്തിയാൽ മതി. നമ്മുടെ മനസ്സിൽ കണ്ടോളാം ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്രയധികം നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല സഹപ്രവർത്തകർക്കും ഒന്നാം പന്തലിരിപ്പിടത്തിലേക്ക് പോലും എത്താനോ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതിരുന്നപ്പോൾ എങ്ങനെയാണ് VIP പാസ് നേടി റിനി ആൻഡ് ജോർജിനെ പോലെ ഈ പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പാർട്ടിക്ക് ഇത്രമാത്രം പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്ത ഒരാൾ അകത്ത് കയറി കൂടിയത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ആളെ പോലും പോലീസ് തടയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ റിനി ആൻഡ് ജോർജിനെ ആരും തടഞ്ഞില്ല. അവർ വേദിയിൽ വരെ എത്തി. അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തു. വിജയിച്ചു വന്ന UDFന്റെ MLA-മാരിൽ പലർക്ക് പോലും ഇന്നലെ ആ വേദിയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞു ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച പാസ് ആയിരിക്കണം അത്. ആ ആളിനോടും ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇത്തരം ആളുകൾ ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങിയതിൻ്റെ ഫലം കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. സ്വപ്നയും സരിതയും കയറിയതിൻ്റെ ഫലം 2 മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചതും നമുക്കറിയാം. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഇത്തരം അവതാരങ്ങൾ അധികമാരുമുള്ളപ്പോഴും റിപ്പീറ്റാണേ ഇത്തരം അവതാരങ്ങൾ അധികാരമുള്ളപ്പോഴെല്ലാം വരും. ഇവളാണ് പറവൂരിൽ ശ്രീ VD സതീശനെതിരെ സംഘടിപ്പിച്ച സ്ത്രീകളുടെ യോഗത്തിൽ ശൈലജ ടീച്ചർ മുഖ്യ അതിഥിയായ ചടങ്ങിൽ ഷൈൻ ടീച്ചറിനോടൊപ്പം പങ്കെടുത്തത്. അന്നവൾ കോൺഗ്രസ് വിരുദ്ധ വേദിയിലായിരുന്നു. കോൺഗ്രസിനെ കളിയാക്കിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവളെ പോലുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ. ഞങ്ങൾ തെരുവിൽ സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സർക്കാർ. ആ സർക്കാരിനെ തകർക്കാനുള്ള ഇത്തരം അവതാരങ്ങളുടെ ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല. ഇതായിരുന്നു വിജിലിൻ്റെ കുറിപ്പ്. ഈ കുറിപ്പിന് പിന്നാലെയാണ് അതെ ഞാനൊരു അവതാരമാണ്, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ അവതാരം എടുത്ത ആളാണ് എന്ന് റിനി പറഞ്ഞത്. എന്തായാലും കോമഡി ആയിട്ടുണ്ട് ഈ ഒരു സംഭവം. വിജിൽ പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ അകറ്റി നിർത്തുക തന്നെ വേണം. പക്ഷേ അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെ നിങ്ങൾ സ്വീകരിക്കണം. ഇപ്പോൾ റിനി പ്രസ്ഥാനത്തെ ചതിച്ചു, പ്രസ്ഥാനത്തെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു, വിവാദങ്ങളിലേക്ക് തള്ളിയിട്ടു. അതേ തെറ്റ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തത്. അയാൾ കുറച്ചധികം സ്ത്രീകളുമായിട്ട് അയാൾക്ക് വ്യക്തിപരമായ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ വിള്ളൽ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ വലിച്ചു വരിപ്പുറത്തേക്ക് വന്നു. ശരിയാണ്. പക്ഷെ അയാൾ അപ്പോഴും ഈ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിനും വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ തെറ്റിനെയും ഒരുപോലെ പറയണം. അല്ലാതെ ചിലതൊക്കെ അങ്ങ് പൂഴ്ത്തി വെച്ചുകൊണ്ട് ചിലതിനെ മാത്രം പറയരുത്. തെറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, ഇല്ല എന്നാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് VD സതീശൻ ഈ കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഒറ്റപ്പെട്ടതും VD സതീശനെ തെറി പറഞ്ഞതുമൊക്കെ. കേക്കച്ചൻ എന്നായിരുന്നല്ലോ ഈ കോൺഗ്രസിൻ്റെ പല സൈബർ ഗ്രൂപ്പുകളിലും VD സതീശന് നേരെ ഉയർന്ന പരിഹാസം. അപ്പോൾ എല്ലാത്തിനെയും തെറ്റിനെ എതിർക്കുമ്പോൾ നിങ്ങൾ ആ മുഖം നോക്കാതെ എല്ലാ തെറ്റിനെയും എതിർക്കണം. പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ്. അല്ലാതെ ഒരു തെറ്റിനെ അംഗീകരിക്കുകയും മറ്റൊരു തെറ്റിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.